നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വി എസ് അച്യുതാനന്ദനെ അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ്റെ ജനപിന്തുണയെ എക്കാലവും CPM നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. അധികാരത്തിലെത്താൻ 2006 മുതൽ CPMൻ്റെ കയ്യിലെ പ്രധാന ആയുധം വി എസ് അച്യുതാനന്ദനും അദ്ദേഹത്തിനുള്ള അപാരമായ ജനപിന്തുണയുമായിരുന്നു. ഇപ്പോഴിതാ മരിച്ച വി എസിൻ്റെ ജനപിന്തുണയെ ലാക്കാക്കി CPM രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ഒരുങ്ങുകയാണ്. ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എസിൻ്റെ പ്രിയപുത്രൻ വി എസ് അരുൺകുമാറിനെ CPM സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് CPMൽ ഇപ്പോൾ ജീവൻ വച്ചിരിക്കുകയാണ്. പാർട്ടി നേതാക്കളെല്ലാവരും വി എസ് അരുൺകുമാർ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അരുൺകുമാർ മത്സരിച്ചാൽ ആലപ്പുഴ സീറ്റിൽ CPMന് നിലനിർത്താൻ കഴിയും. ഇപ്പോൾ ആലപ്പുഴ സീറ്റിൽ മത്സരിക്കുന്നത് ചിത്തരഞ്ജനാണ്. CPMൻ്റെ സ്ഥാനാർത്ഥി ചിത്തരഞ്ജനാണ്, ആലപ്പുഴയിലെ MLA. എന്നാൽ അദ്ദേഹം അടുത്ത തവണ ജയിക്കുമെന്ന് യാതൊരു ഉറപ്പും അദ്ദേഹത്തിനോ പാർട്ടിക്കോ ഇല്ല. അപ്പോൾ ആ സീറ്റ് കളയാനും കഴിയില്ല. വി എസ് അച്യുതാനന്ദൻ്റെ മകൻ വി എസ് അരുൺകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ അരുൺകുമാറിനെ വിജയിപ്പിക്കുമെന്ന് പാർട്ടിക്ക് നന്നായി അറിയാം. കാരണം എക്കാലവും ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച വി എസ് അച്യുതാനന്ദൻ്റെ മകനെ ഒരിക്കലും ജനങ്ങൾ പരാജയപ്പെടുത്തുകയില്ല. കാരണം വി എസ് എക്കാലവും ജനങ്ങളുടെ നേതാവായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വി എസ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയെ എത്ര കണ്ട് ചൂഷണം ചെയ്തോ അത്ര കണ്ട് അദ്ദേഹം മരിച്ചതിന് ശേഷവും അദ്ദേഹത്തിനുള്ള ജനപിന്തുണയെ ചൂഷണം ചെയ്യാൻ ഒരുങ്ങുകയാണ് CPM. വി എസ് അരുൺകുമാറിനെ ആലപ്പുഴയിൽ നിർത്തി മത്സരിപ്പിക്കണമെന്ന ആഗ്രഹം CPM സംസ്ഥാന നേതൃത്വത്തിലെ പല നേതാക്കന്മാരും രഹസ്യമായി പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ചൊരു രാഷ്ട്രീയ തീരുമാനമായി പുറത്തു പറയാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലപ്പുഴയിൽ വി എസ് അരുൺകുമാറിനെ നിർത്തിയാൽ ആലപ്പുഴ മണ്ഡലം മാത്രമല്ല, ചേർത്തലയടക്കം, അരൂരടക്കം, കായംകുളവും അമ്പലപ്പുഴയും അടക്കം LDFന് നിലനിർത്താൻ കഴിയും എന്ന വിശ്വാസമാണ് ഇപ്പോൾ CPMനുള്ളത്. കാരണം ആലപ്പുഴയിൽ പ്രാദേശിക പ്രശ്നങ്ങളിൽ വിഭാഗീയതകളിൽ CPM നട്ടം തിരിയുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്ഷരാർത്ഥത്തിൽ CPMൻ്റെ വോട്ടുകൾ BJPയിലേക്ക് ചോരുന്നത് അസ്തപ്രജ്ഞരായി നോക്കി നിൽക്കാൻ മാത്രമേ പാർട്ടി നേതാക്കൾക്ക് കഴിഞ്ഞുള്ളൂ. അങ്ങനെ ആലപ്പുഴയിൽ CPMൻ്റെ അടിത്തറ തോണ്ടിയിരിക്കുകയാണെന്ന് ഒരർത്ഥത്തിൽ പറയാം. അത്രയേറെ കടുത്ത വിഭാഗീയതയുണ്ട്. മാത്രമല്ല വർഗീയ ചേരിതിരിവുകൾ രൂക്ഷവുമാണ്. ആലപ്പുഴയിലെ CPMൽ മുസ്ലിം സമൂഹത്തിന് ലഭിക്കുന്ന ചില മേൽക്കൈയിൽ, അവർ പറയപ്പെടുന്ന മേൽക്കൈയിൽ വളരെയേറെ അസ്വസ്ഥരാണ് CPM അണികൾ. പല CPM അണികളും CPM വിടുകയും BJPയിൽ ചേരുകയും ചെയ്ത അവസ്ഥയുണ്ടായി. മാത്രമല്ല പലയിടങ്ങളിലുള്ള CPM BJP ഏറ്റുമുട്ടലുകൾ അല്ലെങ്കിൽ CPM RSS ഏറ്റുമുട്ടലുകൾ, CPM പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ BJP പോപ്പുലർ ഫ്രണ്ട് ഏറ്റുമുട്ടലുകൾ, ഇത്തരം രാഷ്ട്രീയ സംഘർഷങ്ങളെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ CPMൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണിനെ ഒലിപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്ന് പാർട്ടിക്ക് നന്നായി അറിയാം. അടുത്തയിടയ്ക്ക് അവിടെ നടന്ന 2 രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഒന്ന് ഒരു SDPI നേതാവിൻ്റെയും മറ്റൊന്ന് BJP നേതാവിൻ്റെയും കൊലപാതകങ്ങൾ, ഇതും CPMൻ്റെ അടിത്തറയെ വല്ലാതെ ഉലച്ചിരുന്നു. ഇതിനെല്ലാം ഒരു ഒറ്റമൂലി എന്ന നിലയിൽ, ഒരു പരിഹാരം എന്ന നിലയിൽ അവരുടെ മുന്നിൽ ഒരാളെ ഉള്ളൂ. വി എസ് അരുൺകുമാറിനെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചാൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും, ആലപ്പുഴ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നാണ് CPM വിശ്വസിക്കുന്നത്. അപ്പോൾ ആലപ്പുഴ ജില്ല പിടിക്കുക മാത്രമല്ല, മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ ആലപ്പുഴ നിയമസഭാ സീറ്റ് പിടിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ CPMന് സ്വാധീനം ചെലുത്താൻ കഴിയുകയും അതുവഴി അനിവാര്യമായി ഉണ്ടായേക്കാവുന്ന രാഷ്ട്രീയ തിരിച്ചടിയിൽ നിന്ന് CPMന് രക്ഷപ്പെടാൻ കഴിയുമെന്നും പാർട്ടി വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും വി എസ് അരുൺകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയിൽ ഇപ്പോൾ സജീവ ചർച്ചയാണ് എന്നതാണ് യാഥാർത്ഥ്യം.